തട്ടിട്ടോളുമാരെ അഴിനാട്ടം കാരണം ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെല്ലാം തുടക്കം കാരണം താണ്ടി ഈ താത്ത. നിങ്ങൾ വന്നിരുന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ വന്നിരുന്നിട്ട് എന്തോ ഒരു എയിം ചെയ്തെന്ന് പറയുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. അതുമില്ല മറ്റേ ഇൻകോസ്റ്റ് ഹൗസിൽ നെടുമുടി വേണ്ടിയിട്ടോണ്ടിരുന്ന ആ സാധനം ഇട്ടിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ അബായ ജാബൊന്നും ഇട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഷെയ്ത്താനെ കാണിക്കുന്നത് ഹലാല, ബാക്കിയുള്ള തട്ട വിട്ട് ഡാൻസ് കളിച്ചുവിടുന്ന് പറയുന്നത് ഹലാല, റീൽസ് ചെയ്യുന്നത് ഹലാല, താത്താക്കല്ല ഹലാല. അതിന്റെ പിറകെ പൊക്കി പിടിച്ചാണ് കുറെ പേര് വന്നിട്ടുള്ളത്. പിന്നെ പടച്ചോനേക്കാളും വലുതാണ് കൊളാബ് എന്ന് പറയുന്ന താത്ത. നിങ്ങൾ ഇതിങ്ങനെയൊന്നും പ്രസംഗിക്കല്ലേ. ഉസ്താദന്മാരാണെങ്കിൽ ആരാണെങ്കിലും ഇരുന്ന് പറയുന്നുണ്ട്. അവരവരെ ഹദീസിൽ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ ഉള്ളത് തന്നെ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ അവരവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. ആരും മരിച്ചു പോകുമ്പോ അവന്റെ കുഴിക്കൊന്നും ആരും കൂട്ടുവന്നില്ല. ആ കുഴിയിൽ അവരവർ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. മരിച്ചു ആരും തിരിച്ചു വന്നിട്ടില്ല. ഇതിന്റെ പിറക്കം മാത്രം നടക്കുന്ന കുറെ മൊഴിയാക്കന്മാരുണ്ട്. അതാകുമ്പോൾ ഓണവും ക്രിസ്മസും ആകുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കും. കുറെ ചാണകം തിന്നിയുള്ള കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇട്ടിട്ട് നബിയെ പോലും ചീത്ത വിളിപ്പിക്കുന്നവരായിരിക്കും. ഒരു ആരിഫ് ഹുസൈൻ അവനും പിന്നെ ഒരു പോളണ്ട് പുണ്ടേ പിന്നെ വേറെ ഒരു ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവളെ ഏതോ വലുതെന്നും പറഞ്ഞു. നബിദിനാർ ആരിക്കും എതിര് പറഞ്ഞവൾ അവളെയൊക്കെ മൈൻഡ് തന്നെ കരുതില്ല. ഇവരെ കേട്ടോളെയൊക്കെ ഫോളോ ചെയ്യാൻ പോകുന്നവരാണ് അടിക്കുക. പിന്നെ വേറെ കുറെ എണ്ണപ്പോ അടുത്തത് പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക് എല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് പെട്ടെന്ന് ഒരു അപകടം പറ്റിയാൽ ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇൻസ്റ്റ തുറന്ന് കണ്ടില്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഒരു റീൽസ് അയച്ചു തരും മതത്തിന്റെ. ഇപ്പൊ കുറെ എണ്ണം പറയുന്നത് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആണ് ഷഡ്ഡിയും കാറ് വെറുതെ ഉണ്ടാക്കിയത്. ഇനി അതും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഏതോ ഒരു സാമി ഇരുന്ന് മോട്ടിവേറ്റ് കൊടുക്കണം. അതിനെ താങ്ങി വേറെ താത്തായും കൂടെ പിടിച്ചിട്ടുണ്ട്. ഇടുന്ന ഷഡ്ഡിക്ക് പോലും മതം പറയുന്ന മനുഷ്യര്.